ഹലോ, വെൽക്കം ടു മൈ ചാനൽ. 9:10 അപ്പോൾ അതുവരെ ഞാൻ കുക്കിങ്ങും അതുപോലെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞു, കിച്ചണൊക്കെ വൃത്തിയായി കഴിഞ്ഞു. നേരത്തെ എണീക്കുന്നുണ്ട്, അതൊക്കെ നേരത്തെ തന്നെ കഴിയും. അപ്പോൾ അതിനുശേഷം ഞാൻ മറ്റു കുറച്ച് പരിപാടികളിലേക്ക് ഇന്ന് പോയി. നാളെ ഇപ്പോൾ തുളസി വിവാഹമാണ്, അപ്പോൾ അതിന് വേണ്ടി റെഡിയാക്കലൊക്കെ ആയിരുന്നു ഇന്ന് ചെയ്തത്. ഇത് ഡെയിലി റൂട്ടീൻ വീഡിയോ ഒന്നും അല്ല, പക്ഷെ ഇന്ന് ഞാൻ എന്ത് ചെയ്തതെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് പുല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവിടെ ഒരു ഗ്രാനൈറ്റ് പീസൊക്കെ ഉണ്ടായിരുന്നു, അത് ഇത്തിരി കൂടെ താഴെയായിട്ടാണ് കിടക്കുന്നത്. അതവിടെ ഉറച്ചു പോയി, പിന്നെ അതൊക്കെ ഇളക്കി നേരെ മുമ്പിലോട്ട് എടുത്തിരുന്നു. അതിനുവേണ്ടി ഞാൻ ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ച് ഞാനതൊന്ന് കയറ്റി വെച്ചു. പക്ഷേ അതിൻ്റെ നിറച്ച് പെയിൻറ്റിൻ്റെ കറയുണ്ടായിരുന്നു. അപ്പം ഞാൻ ടെർപ്പൻറ്റൈൻ വെച്ച് ക്ലീൻ ചെയ്യാൻ നോക്കി, പക്ഷെ അത് പോയില്ല. അപ്പം ഞാനിത് സ്ക്രാപ്പർ എടുത്തിട്ട് അവർക്കൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കളഞ്ഞു, ചുരണ്ടി കളഞ്ഞു. അതുകൊണ്ട് നീറ്റാവാൻ വേണ്ടി അവിടെ. എന്നിട്ട് ഞാൻ വെള്ളം വെച്ച് അതൊന്ന് തുടച്ചങ്ങ് എടുക്കുകയാണ് ചെയ്തത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ വിളക്കൊക്കെ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രസാദമൊക്കെ വെക്കണമെങ്കിൽ എനിക്ക് ഒരു ബേസ് വേണമല്ലോ, ഒരു തറ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിതിങ്ങനെ സെറ്റ് ചെയ്യണത്. ഇനി ഇതിൻ്റെ മീത് ഞാൻ പ്ലാന്റിൻ്റെ പോട്ട്, ചെടിച്ചട്ടിയൊക്കെ വയ്ക്കുന്ന സ്റ്റാൻഡില്ലേ, അത് എടുത്തു വെച്ചു. അതിൻ്റെ മീതെ ഒരു ഗ്രാനൈറ്റ് പീസും കൂടെ ഞാൻ എടുത്തു വയ്ക്കും. അതൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ്. അത് പണ്ട് വീട് പണിയുമ്പോൾ ബാക്കി വരുന്ന പീസ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതും ഞാനെടുത്ത് വെച്ചു. ശരിക്കും പറഞ്ഞാൽ താഴെ വെച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് അവിടെ തന്നെ ഇരുന്നായിരുന്നു. അതിങ്ങനെ മണ്ണിലിങ്ങനെ ഉറച്ചു പോയിരിക്കുമായിരുന്നു. ഞാൻ കുത്തി ഇളക്കി എടുത്തതാണ് ഇത്തിരി അടുപ്പിച്ച് വെക്കാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് ചേർത്ത് വെച്ച് നോക്കുകയാണ്. ഞാനിപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഇത്തിരി നീങ്ങിയിരിക്കണമായിരുന്നു. ഇപ്പോൾ ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് ഓക്കെ. പിന്നെ ഈ വടികൾ ഇങ്ങനെ 4 ചുറ്റും വടി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുളസി വലുതാവുമ്പോഴത്തേക്ക് ഞാനൊരു സപ്പോർട്ടിന് വേണ്ടിയും, കൂടാതെ എന്തെങ്കിലും തോരണമൊക്കെ നമുക്ക് കോർത്ത് വയ്ക്കണമെങ്കിൽ അതിന് വേണ്ടി. അതിനുശേഷം ഞാൻ കൃഷ്ണനൊരു ധോത്തി തയ്ക്കാനായിട്ട് 8x8 ഇഞ്ചിൻ്റെ പീസ് ഓഫ് ക്ലോത്ത് എടുത്തു. ഒരു 7.5 മതിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 8x8 ഇഞ്ചിൻ്റെ ക്ലോത്ത് 2 എടുത്തു. അപ്പോൾ അത് ഞാൻ വെച്ചിട്ട് ഒരു ധോത്തി തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കര അടിയിൽ വരുന്ന രീതിയിൽ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ അതിന് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കും. ഇങ്ങനത് മടക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ട് ഇച്ചിരി വളച്ച് നമ്മൾ കട്ട് ചെയ്യും മുകളിലായിട്ട്. ഇപ്പോൾ അവിടെ അങ്ങനെയായി. ഇപ്പോൾ 2 സൈഡിലും അത് അങ്ങനെ കിട്ടി. ആക്ച്വലി ഇതൊരു ട്യൂട്ടോറിയൽ അല്ല, കാരണം എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയെങ്കിലും അത് ഞാൻ തിരുത്തി. എന്നിരുന്നാലും ഇത് ട്യൂട്ടോറിയൽ അല്ല, ഇത് കാണിക്കണമെങ്കിലും ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ 2 സൈഡ് കട്ട് ചെയ്ത 2 സൈഡും അപ്പുറത്തും ഇപ്പുറത്തും. ഇനി നമുക്ക് അതിന് നടുക്ക് വരുന്ന പോർഷൻ ലേസ് വെച്ച് കൊടുക്കാം. അവിടെ അല്ലെങ്കിൽ നമ്മൾ മടക്കി അടിക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ലേസ് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് തിരിച്ചു വെച്ചത്. അവിടെയാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. പക്ഷേ എന്നാലും അത് സാരില്ല, നമുക്കത് ക്ലിയർ ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്ന മാതിരി തന്നെ ചെയ്താലും അത് ക്ലിയർ ആക്കാൻ പറ്റും. ഞാനത് തയ്ച്ചു കൊടുക്കുകയാണ്. നമ്മളത് ട്രയാങ്കിൾ ആക്കിയിട്ട് വളച്ച് കട്ട് ചെയ്തില്ലേ, ആ ഭാഗമല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അത് ഞാൻ ഒരു സ്റ്റിച്ചും കൂടി സൈഡിൽ കൊടുത്ത് അതൊന്ന് വൃത്തിയാക്കി വയ്ക്കണം. ആ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന തുണി ഞാനിപ്പോൾ റൈറ്റ് സൈഡിലോട്ട് വെച്ചു, എന്നാലേ ശരിയാവുള്ളൂ. കാരണം ഞാൻ എടുത്ത പൊസിഷൻ മാറിപ്പോയിട്ടാണ്. പക്ഷേ ഓക്കെ ആയിട്ട് വരും, സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആയിട്ട് വരും എങ്ങനെ എടുത്താലും. അപ്പം എന്നിട്ട് ഞാൻ റൈറ്റ് സൈഡിലുണ്ടായിരുന്ന തുണി ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കി. കാരണം ഞാൻ മറച്ച് വെച്ചിട്ടാണല്ലോ കട്ട് ചെയ്തത്, അത് റോങ് സൈഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അതുകൊണ്ട് പറ്റിയ മിസ്റ്റേക്കാണ്. നല്ല വശം വെച്ച് കട്ട് ചെയ്തിരുന്നെങ്കിൽ അത് ഓക്കെ ആയിരുന്നേനെ. അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും അത് 2 സൈഡിലും ചെയ്തു. അപ്പോൾ ഇപ്പോൾ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലോട്ട് ആക്കിയപ്പോൾ അതിൻ്റെ ലേസിൻ്റെ സൈഡ് നോക്കി അത് ശരിയായില്ല. 2 ഒരേ സൈഡിലോട്ട് ഫേസ് ചെയ്യണ മാതിരി ആയിപ്പോയി. അപ്പോൾ ഞാൻ ഒരു ലേസും കൂടെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ 2 സൈഡിലേക്കും ഡിസൈൻ ഒരേ മാതിരി വരും. അതിന് വേണ്ടി അപ്പോൾ ഇതാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് അവിടെ. ഞാനിത് പിന്നീട് ഒരിക്കലും കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഇനി നടുക്ക് 2 കൂടെ ഒരുമിച്ച് വെച്ച് ഒന്നിൻ്റെ മേളിൽ വെച്ച് കറക്റ്റായിട്ടൊരു
ആ പകുതി വരെ ഞാൻ അടിച്ചെടുക്കാൻ പോവാണ്. ഇത് അത്രയും വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തു. ബാക്കി ഞാൻ ഓപ്പൺ ചെയ്ത് വയ്ക്കുകയാണ്. വേണ്ടാത്ത നൂലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഞാൻ ആ റൗണ്ടായിട്ട് കട്ട് ചെയ്തത് രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് അവിടെ ഒരു സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഇത്തിരി കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ അവിടെ സെൻറ്റർ പോയിൻ്റ് രണ്ടിടത്തും വന്നു. ഇനി നമ്മൾ ഇതുപോലെ എടുക്കുക, മടക്കി മടക്കി എടുക്കണം. ഞൊറിവെടുക്കില്ലേ അതുപോലെ ഇങ്ങനെ. അപ്പം ആ പകുതി കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ വളഞ്ഞ സ്ഥലത്ത് ഇച്ചിരി മാർക്ക് ചെയ്ത് കൊടുത്തില്ലായിരുന്നോ, അവിടം വരെ റൈറ്റിലേക്ക് മടക്കി ഉള്ളിലേക്ക് പ്ലീറ്റ്സ് കൊടുക്കും. പിന്നെ ആ മാർക്ക് ചെയ്ത സ്ഥലം വരുമ്പോൾ നേരെ തിരിച്ച് ലെഫ്റ്റിലോട്ട് ഉള്ളിലേക്ക് മടക്കി പ്ലീറ്റ്സ് കൊടുക്കും. മറ്റേ സൈഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ വ്യക്തമാവും. ധോത്തിയുടെ ഒരു പോർഷൻ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ആയിരിക്കണം അടുത്ത സൈഡും ചെയ്യേണ്ടത്. അപ്പോൾ അതേ നോക്കിക്കോളൂ. ഞാൻ ആദ്യം തന്നെ റൈറ്റിലോട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി ഒരു 3 പ്ലീറ്റ്സ് ആ മാർക്ക് എത്തണവിടം വരെ ചെയ്യും. ഇനി ആ മാർക്ക് എത്തിക്കഴിഞ്ഞാൽ ആ പ്ലീറ്റ്സ് എടുക്കുന്നത് ലെഫ്റ്റിലോട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ടായിരിക്കും. ഇതിപ്പോൾ സൈസ് ചെറുതായതുകൊണ്ടാണ് 3 പ്ലീറ്റ്സ്. ഇപ്പോൾ ഒരു 3 എണ്ണം റൈറ്റിലോട്ട് പ്ലീറ്റ്സ് എടുത്തു. ഇനി ഒരു 3 എണ്ണം ലെഫ്റ്റിലോട്ട് തിരിച്ച് പ്ലീറ്റ്സ് എടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അടുത്ത വീഡിയോ കാണണേ. നല്ല നല്ല വീഡിയോസ് വരുന്നതാണ്, അതുകൊണ്ടാണ് കാണണേ. ഇനി വേണ്ടാത്ത നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ തയ്ച്ച ഭാഗം കവർ ചെയ്യണം. അതിനൊരു തുണി വെച്ചിട്ട് നമുക്ക് ഒരു പട്ട മാതിരി ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ലേസ് തന്നെയാണ് എടുക്കുന്നത്. ആ ലേസ് വെച്ച് തന്നെ കവർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലേസ് ഒന്ന് മടക്കി, എന്നിട്ട് മടക്കിയതിന് ശേഷം ഒരു പകുതി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു പകുതി ആവുമ്പോഴത്തേക്കും ഈ മറ്റേ തയ്ച്ച ആ തുണി അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലേസ് ആയതുകൊണ്ടാണ്. ഇനി ഒരു തുണി നമ്മൾ പട്ടമാരി തയ്ക്കുകയാണെങ്കിൽ ഇത്രയും പാടില്ല, കാരണം അതിൽ വലിയ തുണി നമുക്ക് എടുത്ത് ചെയ്യാം. ഇതിപ്പോൾ കുഞ്ഞ് ലേസ് ആയതുകൊണ്ട് ഇച്ചിരി പാടാണ്. അപ്പം ഞാനത് അതിൻ്റെ ഇടയിലോട്ട് വെച്ച് അടിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ കൃഷ്ണൻ്റെ ധോത്തി റെഡിയായി. ഇതുപോലെ തന്നെ ഞാൻ ലക്ഷ്മി ദേവിക്കും ഒരു ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പഴയ ഡ്രസ്സ് നമുക്ക് മാറ്റിയിട്ട് ഇതൊക്കെ ഇട്ട് സുന്ദരനാക്കി വെക്കാം. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഏകദേശം 11:30 മണിയായി. പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തും പിന്നെ പൂജാമന്ദിരമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. കാരണം ഇന്ന് ഏകാദശിയാണ്. അപ്പോൾ വൈകുന്നേരം എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എല്ലായിടവും ഒന്ന് വൃത്തിയാക്കി, അതുപോലെ പൂജാമന്ദിരം ക്ലീനാക്കി, വിളക്കൊക്കെ തേച്ച് കഴുകി. അതിനവിടെ ഒരു പലകയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിന് തോരണമൊക്കെ മാറ്റി വേറെ തോരണം വെച്ചു. അപ്പോൾ അതൊക്കെ നീറ്റായി. കണ്ടോ, ഞാൻ തയ്ച്ച് ഇട്ട ഡ്രസ്സാണ്. ഭഗവാന് നല്ല രസമുണ്ട്. കണ്ടോ, ഞാൻ ഈ പലക ഒരെണ്ണം കൊണ്ടേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നല്ലപോലെ കോലം വരയ്ക്കാൻ. ഇപ്പോൾ സ്റ്റെൻസിൽ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. ഞാനൊരു കോലം വരച്ചു. അതിനുശേഷം ഞാൻ അലക്കുകയും കൂടെ ചെയ്ത് തുണി അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് അലക്കാൻ വാഷിംഗ് മെഷീൻ ഇട്ടു. അപ്പോൾ ഉച്ചവരെയുള്ള പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.